എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ബൊറൂട്ടോയുടെ വീട് കാണിക്കുന്നു. അങ്ങോട്ട് ആരോ വരുന്നുണ്ട്. അതാരാണെന്ന് നോക്കിയാ മറ്റാരുമല്ല, സാക്ഷാൽ സാസുക. സാസുകയെ കണ്ട് ബൊറൂട്ടോ ആണെങ്കിൽ ഷോക്കായിട്ട് അങ്ങനെ നോക്കി നിൽക്കും. സാസുക ഇപ്പോ ബൊറൂട്ടോട് ചോദിക്കും, നീ ആരാണ്? അതിന് ബൊറൂട്ടോ പറയും, ഞാനാണ് ബൊറൂട്ടോ ഉസുമാക്കി. സാസുക പതിയെ ഇപ്പൊ അവന്റെ തലയിൽ കൈവെക്കും. ഓ, നീ നറൂട്ടോയുടെ മകനാണല്ലേ? നറൂട്ടോ അവനിപ്പോ എവിടെയുണ്ട്? ഉടനെ ശബ്ദം കേട്ട് ഹിനട്ട അവിടേക്ക് വരും. സാസുകയെ കണ്ട് ഹിനട്ട അവള് ഷോക്കാവും. ഹിനട്ട പറയും, സാസുക, നിനക്ക് കാണേണ്ടത് നറൂട്ടോയാണോ? അവനിപ്പോ മാൻഷനിലുണ്ടാവും. അത് കേട്ട് സാസുക അവൻ പ്രത്യേകിച്ചൊന്നും പറയാതെ ഇപ്പൊ തിരിഞ്ഞു നടക്കുകയാണ്. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ അവന്റെ അച്ഛനെ തല്ലാൻ വേണ്ടി പുറത്തേക്ക് ഓടിപ്പോവാൻ ശ്രമിക്കും. അത് കണ്ട് സാസുക അവന്റെ കൈ പിടിച്ച് വലിച്ച് മടക്കിയ ഒരു ലോക്കുണ്ട്. അതൊരു സ്റ്റൈലൻ ലോക്കാണ്. സാസുക ചോദിക്കും, നീ നിന്റെ പപ്പയെ തന്നെ ഇടിക്കാനായിട്ട് പോവാണോ? നിന്റെ പപ്പ ഈ ഗ്രാമത്തിന്റെ ഹൊക്കാഗെയാണ്. അദ്ദേഹത്തെ ഇടിക്കാന്ന് പോയിട്ട് അദ്ദേഹത്തിനെ റെസ്പെക്റ്റ് ഇല്ലാതെ ഒന്ന് നോക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ് തിരികെ ഹിനട്ടയുടെ അടുത്ത് കൊണ്ടുവന്നാക്കി അവൻ പുറത്തേക്ക് നടന്നു പോവും. അങ്ങനെ നടന്നു വരുമ്പോഴായിരിക്കും റോഡിൽ കിടക്കുന്ന നറൂട്ടോയുടെ പഴയ ഡ്രസ്സ് കണ്ട് സാസുക ഷോക്കാവുക. ആരായിരിക്കും ഈ ഡ്രസ്സ് അത് ഇവിടേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടാവുക? അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ നറൂട്ടോയെ കാണിക്കും. അവനാണെങ്കിൽ അവന്റെ പ്ലാനൊക്കെ പൊട്ടി തകർന്നു പോയ സങ്കടത്തില് അങ്ങനെ വിഷാദനായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഷിക്കമരു അവിടേക്ക് വന്ന്, എന്തു പറ്റി, നീ എന്തിനാ മൂഡ് ഓഫ് ആയിട്ടിരിക്കണേ? അതിന് നറൂട്ടോ പറയും, ഹേമാവരിയുടെ ബർത്ത്ഡേക്കും എനിക്ക് പോകാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ ക്ലൗണിനെയാണ് അയച്ചത്. അത് കറക്റ്റ് ടൈം ബ്രേക്കായി. ഷിക്കമരു ആണെങ്കിൽ അത് കേട്ട് വണ്ടടിക്കും. യു ആർ അൺബിലീവബിൾ. നീ ഇങ്ങനെ ഒരുത്തനായിരുന്നോ? ബൊറൂട്ടോ നിന്നോട് അത്രയും കാര്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് നീ അതിന് പോകണമായിരുന്നു. അതിന് നറൂട്ടോ പറയും, എന്റെ തിരക്ക് നിനക്കറിയാവുന്നതല്ലേ? ഈ ഒരു അവസ്ഥയിൽ എനിക്ക് മാൻഷനിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ 150 പറഞ്ഞ് 100 പറഞ്ഞ് അവർ രണ്ടുപേരും തർക്കിച്ച് നിൽക്കുമ്പോഴായിരിക്കും സാസുക ആളവിടേക്ക് വരിക. അവൻ വന്ന ഉടനെ ഒരു സ്ക്രോൾ എടുത്ത് നറൂട്ടോയ്ക്ക് ഇട്ടുകൊടുക്കും. ഇത് കാഗുയയുടെ മാൻഷനിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അവൻ ആ സ്ക്രോളിലുള്ള കാര്യങ്ങൾ വായിച്ച് ഇപ്പൊ ഷോക്കാവാണ്. നറൂട്ടോ പറയും, ഇതിലുള്ള കാര്യങ്ങൾ അതെനിക്ക് അത്ര വ്യക്തമല്ല, പക്ഷേ എന്തോ ഒരു വലിയ അപകടമാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് സാസുക പറയും, അതെ, ഞാൻ എൻ്റെ റെനീങ്കം കണ്ണുപയോഗിച്ചിട്ട് പോലും എനിക്കത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇതൊരു വലിയ അപകടത്തിലേക്കുള്ള ചെറിയ സൂചനയാണെന്ന് പറഞ്ഞ് അവരിപ്പോ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. സാസുക അവൻ ഫ്ലാഷ് ബാക്കിൽ ഒരു പ്രത്യേക ഡയമെൻഷനിലേക്ക് പോവും. അവിടെ വെച്ചാണ് കാഗുയയുടെ ആ പഴയ മാൻഷൻ അതവൻ കണ്ടതും അവിടെ വെച്ച് ഈ ഒരു സ്ക്രോള് അവൻ കളക്ട് ചെയ്തതും. 4th നിഞ്ച വാറിൽ നീയും ഞാനും ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവളെ സെയിൽ ചെയ്തത്. പക്ഷെ ഇപ്പോ അവള് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് മറ്റേതോ ഒരു ഡയമെൻഷനിൽ. അവൾ എന്തിനാണ് ഇവിടേക്ക് ഇപ്പൊ എത്തിയിരിക്കുന്നത്? അവളുടെ ലക്ഷ്യം എന്താണ് എന്നൊന്നും അറിയില്ല. കട്ട് ചെയ്ത വീണ്ടും ഇപ്പൊ ഫ്ലാഷ് ബാക്ക് കാണിക്കും. സാസുകയാണെങ്കിൽ വീണ്ടും ആ മാൻഷൻ മുഴുവൻ അങ്ങനെ ചുറ്റി നടക്കുകയാണ്. അപ്പോഴായിരിക്കും കെൻസുജി അവിടേക്ക് ചാടി വീണ് സാസുകയെ അറഞ്ചം പൊറഞ്ചം തല്ലുക. കെൻസുജി പറയും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇവിടേക്ക് വരും. ഞാൻ ഈ മാൻഷന്റെ കാവൽക്കാരനാണ്. ഇവിടേക്ക് ആരും കടന്നു വരാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ സാസുകയായി പൊരിഞ്ഞ അട്ടി ഫൈറ്റ്. കെൻസുക ആണെങ്കിൽ ഇപ്പൊ വലിയൊരു ഹാമർ എടുത്ത് സാസുകയെ അടിക്കാൻ തുടങ്ങും. അവനാണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തെറിപ്പിച്ച് അവന്റെ റണ്ണിംഗ് പവർ ഉപയോഗിച്ച് ഓരോ ഭാഗത്തേക്ക് മാറി മാറിപ്പോവും. സാസുകയ്ക്ക് പിടികിട്ടും ഇനി അവിടെ നിന്ന അത് വലിയ അപകടമാണെന്ന്. അവനുടനെ ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് വരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ സാസുക നറൂട്ടോടും ഷിക്കമരുവിനോടും പറഞ്ഞു കഴിഞ്ഞു. നറൂട്ടോ ആണെങ്കിൽ ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇതടുത്തൊരു യുദ്ധത്തിനുള്ള ഒരുക്കമാണ്. സോ എന്ത് വില കൊടുത്തും നമ്മളിത് തടഞ്ഞേ പറ്റൂ. ഒരു കാരണവശാലും ഇനിയൊരു യുദ്ധം ഉണ്ടാവാൻ നമ്മൾ അനുവദിക്കരുത്. ഉടനെ സാസുക അവനിപ്പോ നറൂട്ടോടെ വീണ് കിട്ടിയ ആ പഴയ ജാക്കറ്റ് അതെടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇതെനിക്ക് നിന്റെ വീടിന്റെ തൊട്ട് മുൻപിൽ നിന്നാണ് കിട്ടിയത്. അത് കേൾക്കുമ്പോൾ തന്നെ നറൂട്ടോയ്ക്ക് കാര്യം മനസ്സിലാവും. നറൂട്ടോ പറയും, ഇതെന്റെ മകൻ ബൊറൂട്ടോ ചെയ്ത പണിയാണ്. ആക്ച്വലി അവൻ നമ്മൾ വളർന്ന സിറ്റുവേഷനിലല്ല വളരുന്നത്. അവൻ കുട്ടിയല്ലേ. സോ പെട്ടെന്ന് ചില കാര്യങ്ങളിൽ അവന് ദേഷ്യം വരും. അത് കേട്ട് സാസുക ചിരിക്കും. അതിനുശേഷം മാൻഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവും. കറക്റ്റ് ടൈം ബൊറൂട്ടോ അവൻ ഒരുപാട് ദേഷ്യത്തില് ഇപ്പൊ മാൻഷന്റെ ഡോറൊക്കെ വലിച്ചു തുറന്ന് നറൂട്ടോയെ കാണാൻ അകത്തേക്ക് കയറി വരാണ്. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ നേരെ സാസുകയുടെ മുൻപിൽ ചെന്ന് പെടും. സാസുക ചോദിക്കും, നീ എന്താ ഇവിടെ? അതിന് ബൊറൂട്ടോ തല താഴ്ത്തി, എനിക്ക് എന്റെ പപ്പയെ ഒന്ന് കാണണം. സാസുക ചോദിക്കും, നിനക്ക് നിന്റെ പപ്പയെ തല്ലാനല്ലേ നീ ഇവിടേക്ക് അന്വേഷിച്ചു വന്നത്? ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ അങ്ങനെ ചാടി വന്ന് സാസുക ഇടിക്കാൻ ശ്രമിക്കും. പക്ഷെ സാസുക ആണെങ്കിൽ വെറും സെക്കൻഡ് കൊണ്ട് അവനൊരു പഞ്ച് കൊടുക്കും. ആ പഞ്ചില് ബൊറൂട്ടോ തെറിച്ചു പോയി അടിച്ചു വീഴും.
സാസുക പറയും നിന്റെ ഈ ഒരു പവറിലൊന്നും നിന്റെ പപ്പയെ ഡിഫീറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല. സോ ട്രെയിനിങ് എടുത്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ഒക്കെ എടുത്ത് ആളുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോ. അതിന് ബൊറൂട്ടോ അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്യും. ഞാൻ ആദ്യം നിങ്ങളെ ഇല്ലാതാക്കും, പിന്നീട് എന്റെ പപ്പ നറൂട്ടോയുടെ അടുത്തേക്ക് ഞാൻ പോവെന്ന് പറഞ്ഞ് അവൻ വീണ്ടും വാശിയോടുകൂടെ സാസുകയെ അറ്റാക്ക് ചെയ്യാൻ ആളുടെ ക്ലോസ് എത്തും. ബൊറൂട്ടോ അങ്ങനെ ഓടി ഓടി ഇപ്പൊ സാസുകയുടെ തൊട്ടടുത്തെത്തും. വാവ്, നിങ്ങൾ ശരിക്കും അടിപൊളിയാണ്. നിങ്ങളല്ലേ എൻ്റെ അച്ഛൻ്റെ റൈവല്. സോ എനിക്ക് നിങ്ങളുടെ സ്റ്റുഡൻ്റ് ആവണം. ആക്ച്വലി എനിക്ക് എൻ്റെ പപ്പയോട് ഒരുപാട് ദേഷ്യമാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് അദ്ദേഹം വരാമെന്ന് എനിക്ക് പ്രോമിസ് ചെയ്തതാണ്. പക്ഷെ കറക്റ്റ് ടൈമിൽ വെറും ഒരു ക്ലൗണിനെ അയച്ച് അദ്ദേഹം എന്നെ പറ്റിച്ചു. അതിന് സാസുക പറയും ഹൊക്കാഗയുടെ ജീവിതം എപ്പോഴും അങ്ങനെ തന്നെയാണ്. നീ കരുതും പോലെ എപ്പോഴും വീട്ടില് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കഴിയില്ല. സാസുകയാണെങ്കിൽ ഈ പാട്ടിമുടി അവനെ മുഴുവനായിട്ടും നോക്കും. അവൻ ഇട്ടേക്കുന്ന ഡ്രസ്സൊക്കെ പുത്തം പുതിയതാണ്. പക്ഷേ അവനെ കാണുമ്പോൾ നറൂട്ടോയെ തന്നെയായിരിക്കും സാസുകയ്ക്ക് ഓർമ്മ വരിക. സാസുക ചോദിക്കും നിനക്ക് റെസൻഗൺ പവർ ക്രിയേറ്റ് ചെയ്യാൻ അറിയോ? അതിനവൻ പറയും റെസൻഗൺ പവറോ? അത് ചക്ര പവർ ചേഞ്ച് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നതല്ലേ. അതിന് സാസുക ടെൻഷനായിട്ട് പറയും ഈ ഒരു സിറ്റുവേഷനിൽ നിനക്ക് നറൂട്ടോ ആയിട്ട് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ കഴിയില്ല. ഒരുപാട് ട്രെയിനിങ് എടുത്ത് ഒരുപാട് കാര്യങ്ങൾ നീ പഠിക്കാനുണ്ട്. സോ ആദ്യം ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നീ പഠിക്കണം. അതിനുശേഷമേ നിനക്ക് അവനെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയൂ. എനിക്ക് നിന്നെ എന്റെ സ്റ്റുഡന്റ് ആയിട്ട് ഏറ്റെടുക്കാനും കഴിയൂ. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് ടെൻഷനാവും. ഞാൻ റെസൻഗൺ പവർ അത് പഠിച്ചെടുത്ത മാസ്റ്റർ സാസുക നിങ്ങൾ എന്നെ നിങ്ങളുടെ സ്റ്റുഡന്റ് ആയിട്ട് ഏറ്റെടുക്കോ? അതിന് സാസുകയാണെങ്കിൽ തലയാട്ടും. ഉടനെ ബൊറൂട്ടോ അവൻ ഫുൾ സ്ട്രെങ്തിൽ ഇപ്പോ കൊനാമാരുവിന്റെ വീട്ടിലേക്ക് വന്ന് മാസ്റ്ററിനെ പുറത്തേക്ക് വിളിക്കും. കൊനാമാരു ചോദിക്കും ബൊറൂട്ടോ നീ ഈ സമയത്ത് എന്താ ഇവിടെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിന് ബൊറൂട്ടോ പറയും മാസ്റ്റർ എനിക്ക് എത്രയും പെട്ടെന്ന് റെസൻഗൺ പവർ അത് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കണം. കൊനാമാരുവിനാണെങ്കിൽ അത്ഭുതാവും, അതിനുപരി സന്തോഷാവും. വാവ്, അങ്ങനെ അവസാനം നീ ഇതുപോലൊരു നല്ല തീരുമാനം എടുത്തല്ലോ. തീർച്ചയായിട്ടും ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരും. ഒരു മാസ്റ്റർ എന്നതിൽ അതീതമായി അത് പഠിപ്പിച്ചു തരിക എന്നതെന്റെ കടമയാണ്. എനിക്ക് ഈ പവറിനെ കുറിച്ച് പറഞ്ഞു തന്നതും പഠിപ്പിച്ചതും നിന്റെ പപ്പയാണ്. സോ നിനക്കത് പഠിപ്പിച്ചു തരാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആളിപ്പോ ഒരുപാട് വിഷമിക്കാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ കൊനഹമാരുവും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ഇപ്പൊ കാട്ടിലേക്ക് വരികയാണ്. കൊനഹമാരു ആണെങ്കിൽ ഒരു വാട്ടർ ബോൾ എടുത്ത് ബൊറൂട്ടോയുടെ കയ്യിൽ കൊടുക്കും. ഇത് നീ ബാലൻസ് ചെയ്ത് പൊട്ടിക്കണം. അവൻ കുറച്ചു നേരം അതിന് ട്രൈ ചെയ്യും. പക്ഷെ അവനെ കൊണ്ടാവില്ല. ഇതെന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്റെ ആവശ്യം ഈ വാട്ടർ ബോൾ എങ്ങനെ പൊട്ടിക്കാം എന്നതല്ല, മറിച്ച് റെസൻഗൺ പവർ അതെങ്ങനെ പഠിക്കാം എന്നതാണ്. അതിന് കൊനഹമാര് പറയും അത് പഠിക്കണമെങ്കിൽ ആദ്യം നീ ഇത് ചെയ്യണം. നിനക്കൊരു കാര്യം അറിയോ? 3 വർഷം എടുത്തിട്ടാണ് 7th ഹൊക്കാഗ ഇതിൽ മാസ്റ്റർ ആയത്. സോ നീയും ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്ത് നിന്റെ പപ്പയെ പോലെ വളരെ സ്മാർട്ടായ ഒരാളാവണമെന്ന് പറഞ്ഞ് ആ ബോള് ഇപ്പൊ കൊനഹമാര് പൊട്ടിച്ചു കാണിക്കും. അതിനുശേഷം ബൊറൂട്ടോ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുത്തിട്ടും യാതൊരു ഫലവും ഉണ്ടാവില്ല. അവൻ വാടി തളർന്ന് ക്ഷീണിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് വന്ന് ഫ്രണ്ട്സിന്റെ കൂടെ ഫുഡ് കഴിക്കുകയാണ്. അവൻ തളർന്നിരിക്കുന്നത് കാണുമ്പോൾ മീറ്റ്സിക ചോദിക്കും എന്തുപറ്റി, എന്താ ഉണ്ടായേ? ഉടനെ ബൊറൂട്ടോ അവൻ എന്തൊക്കെയോ കള്ളമൊക്കെ പറഞ്ഞ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാണ്. സാറടയ്ക്കാണെങ്കിൽ അത് കേട്ട് കുറച്ച് ചിരിയും വരും. കാരണം സാറടയ്ക്ക് അറിയാം ബൊറൂട്ടോ ഇത്ര നേരം എന്ത് ചെയ്യുകയായിരുന്നു എന്നും ബൊറൂട്ടോയുടെ ലക്ഷ്യം അതെന്താണെന്നും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് സാസുക ആളിപ്പോ ഡയറക്റ്റ് ആയിട്ട് സാറടയെ കാണാൻ വീട്ടിലേക്ക് വരികയാണ്. സാക്കുറയ്ക്കാണെങ്കിൽ സാസുകയെ കണ്ട് വിശ്വസിക്കാൻ കഴിയില്ല. അവൾ ആദ്യം തന്നെ അവൾ സാസുകയെ കണ്ട ഞെട്ടലില് അങ്ങനെ ബോധം കെട്ട് വീഴുകയാണ്. ഉടനെ സാറട ചോദിക്കും പപ്പയെ കണ്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പപ്പ എത്ര ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും? അതിന് സാസുക പറയും നിന്റെ ചുനിയൻ എക്സാം അത് കഴിയുന്നത് വരെ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. മാത്രമല്ല നിന്റെ ഫ്രണ്ട് നറൂട്ടോയുടെ മകൻ ബൊറൂട്ടോയെ ഞാൻ കണ്ടു. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ വലിയ വലിയ ഡ്രീമൊക്കെയാണ്. അവൻ എൻ്റെ സ്റ്റുഡൻ്റ് ആവണമെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് ഇപ്പോൾ സാസുക ചിരിക്കുകയാണ്. കട്ട് ചെയ്ത സാറട അവളാണെങ്കിൽ പപ്പ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ബൊറൂട്ടോയെ നോക്കും. ഉടനെ ബൊറൂട്ടോ അവനൊരു ബർഗറൊക്കെ കടിച്ചു പിടിച്ച് അങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത വീണ്ടും ബൊറൂട്ടോയും കൊനഹമാരും അവർ രണ്ടുപേരും ഇപ്പൊ വാശിയോടുകൂടെ ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ ലൈറ്റ്നിങ് സ്റ്റൈലൊക്കെ വെച്ച് ആ ബോൾ തകർക്കും. അതിന് കൊനഹമാരു അതെങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്നും അതെങ്ങനെയാണ് പൊട്ടിക്കേണ്ടതെന്നും ഡീറ്റെയിൽ ആയിട്ട്
ഓരോരോ കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കും. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ ബൊറൂട്ടോ അവൻ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ ഹിനട്ടയാണെങ്കിൽ ഹേമാവരിയെ ബൊറൂട്ടോയുടെ കയ്യിൽ ഏൽപ്പിച്ച് ഒരു പാർട്ടിക്ക് വേണ്ടി പുറത്തേക്ക് പോവാണ്. ബൊറൂട്ടോ പറയും, ഇന്ന് എൻ്റെ വക നിനക്കൊരു സ്പെഷ്യൽ കേക്ക് ഞാൻ ഉണ്ടാക്കി തരാൻ പോവാണ്. നിനക്ക് കേക്ക് ഇഷ്ടമല്ലേ? അവള് പറയും, എനിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പൊ കാര്യമായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കുകയാണ്. ഉടനെ ഇൻഗ്രീഡിയൻസ് അത് മുഴുവൻ എടുത്ത് അവൻ റൊട്ടേറ്റ് ചെയ്യുമ്പോഴായിരിക്കും റസൻഗൺ പവറിനെ കുറിച്ച് അവൻ ഓർമ്മ വരിക. അവൻ പതിയെ അവൻ റൊട്ടേറ്റ് ചെയ്ത ആ മിക്സിലേക്ക് അവന്റെ കൈ ഉപയോഗിച്ച് അല്പം പവർ കൊടുക്കും. ഉടനെ അത് നല്ല സ്പീഡിൽ റൊട്ടേറ്റ് ആവുകയാണ്. അപ്പം അവന് പിടികിട്ടും, ഇങ്ങനെ ചെയ്താലാണ് കറക്റ്റായിട്ട് കൊനാമാർ പറഞ്ഞതുപോലെ റൊട്ടേഷൻ നടക്കൂ. നെക്സ്റ്റ് ഡേ ബൊറൂട്ടോ ഇപ്പൊ കറക്റ്റായിട്ട് കംപ്രസ് ചെയ്ത് ആ ഒരു ബോള് അത് പൊട്ടിക്കും. കൊനാമാരു ആണെങ്കിൽ അടുത്തായിട്ട് റബ്ബർ ബോൾ എടുത്ത് അവന്റെ കയ്യിൽ വെച്ചു കൊടുക്കും. അങ്ങനെ ദിവസങ്ങളോളം ട്രെയിനിങ് എടുത്തും പ്രാക്ടീസ് ചെയ്തും അവൻ ആ ബോളും പൊട്ടിക്കുകയാണ്. അവനിപ്പോൾ ചെറുതായിട്ട് റസംഗൺ പവറൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. അവൻ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി ഇപ്പൊ ഡയറക്റ്റായി സാസുകയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് അവൻ പഠിച്ച ആ റസംഗൺ പവർ അത് ആൾക്ക് കാണിച്ചു കൊടുക്കും. സാസുകയ്ക്കാണെങ്കിൽ അത് കണ്ട് കുറച്ച് ചിരിയും വരും. ഇതാണോ റസംഗൺ പവർ? ഇതൊരു 50% പോലും കംപ്ലീറ്റ് ആയിട്ടില്ല. സോ നീ ഫെയിൽഡ് ആണ്. അത് കേട്ട് ബൊറൂട്ടോ അവൻ ഒരുപാട് വിഷമത്തില് തല താഴ്ത്തി അവിടുന്ന് കടന്നു പോവും. ഉടനെ സാറയുടെ അവിടേക്ക് വന്ന് സാസുകയോട് പറയും, ഞാൻ എല്ലാ കാര്യങ്ങളും കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ബൊറൂട്ടോ അവനൊരു പാവം പയ്യനാണ്. അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുത്താണ് ഇത്രയെങ്കിലുമൊക്കെ ചെയ്തത്. പാപ്പ ദയവ് ചെയ്ത് അവനെ സ്റ്റുഡൻ്റായിട്ട് ആക്സെപ്റ്റ് ചെയ്യണം. അതിന് സാസുക പറയും, ഞാൻ ഇതുവരെ അവനെ റിജക്റ്റ് ചെയ്തിട്ടില്ല. അവനെ സ്റ്റുഡൻ്റായിട്ട് ഏറ്റെടുക്കാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ആ സന്തോഷ വാർത്ത അത് ബൊറൂട്ടോയെ അറിയിക്കാൻ അവളിപ്പോ ബൊറൂട്ടോയെ ഫോളോ ചെയ്ത് ആ ഡോക്ടറുടെ ലാബിലേക്ക് വരികയാണ്. അപ്പോഴായിരിക്കും ഡോക്ടർ അവൻ കണ്ടുപിടിച്ച ടെക്നോളജിയൊക്കെ ഇപ്പൊ ബൊറൂട്ടോയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് അവൾ കാണുക. റസൻഗണ്ണൊക്കെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ടെക്നോളജി അവൻ കാണും. കട്ട് ചെയ്ത ഇപ്പൊ മീറ്റ്സികയാണ് കാണിക്കുക. മീറ്റ്സികയോട് ഒറോച്ചിമാറു പറയും, മീറ്റ്സിക ഒരു കാരണവശാലും നീ നിന്റെ റിയൽ പവർ അത് ചുനിയൻ എക്സാമിൽ കാണിക്കാൻ പാടില്ല. അങ്ങനെ കാണിച്ചാ പിന്നെ നിനക്ക് ലീഫ് വില്ലേജ് തുടരാൻ കഴിയില്ല. അതിന് മീറ്റ്സികയും ഓക്കെ പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ബൊറൂട്ടോ ആണെങ്കിൽ ഡോക്ടർ കൊടുത്ത ആ ഡിവൈസ് ഒക്കെ കണക്ട് ചെയ്ത് ഇപ്പൊ വലിയൊരു റസൻഗൺ പവർ അതങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരും. സാസുകയാണെങ്കിൽ ഒരു സെക്കൻഡ് അത് കണ്ട് അത്ഭുതപ്പെടും. ഒറ്റ ദിവസം കൊണ്ട് ഇവനെങ്ങനെ ഇത്ര കറക്റ്റായിട്ട് റസൻഗൺ പവർ ക്രിയേറ്റ് ചെയ്തു? ഓക്കെ, കുഴപ്പമില്ല, നിന്നെ ഞാൻ എൻ്റെ സ്റ്റുഡൻ്റായിട്ട് എടുക്കുകയാണ്. അത് കേൾക്കേണ്ട താമസം ബൊറൂട്ടോ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. അപ്പൊ സാസുക കാണും അവന്റെ ബോഡിയിൽ ആ ഒരു ഡിവൈസ് അത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.